4.5 വർഷമായി നമ്മൾ കേട്ട സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം ഇപ്പോൾ കേരള സർക്കാരും അതുപോലെ തന്നെ ഇ ശ്രീധരനും മുന്നോട്ട് വെച്ച രണ്ട് സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത്. ഒന്ന് RRTS, അതായത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. അതാണ് കേരള സർക്കാർ മുന്നോട്ട് വെച്ച വിഭാവനം ചെയ്യുന്ന റെയിൽ പദ്ധതി. പക്ഷേ ഇതിന് ബദലായിട്ട് ഇ ശ്രീധരൻ മുന്നോട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് സെമി ഹൈസ്പീഡ് ട്രെയിൻ. ഇതിൽ ഈ രണ്ടിൽ ഏതാണ് കേരളത്തിലൂടെ ഓടുക എന്നുള്ളതിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ അതിവേഗത്തിലൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. നോക്കൂ, RRTS വേഴ്സസ് സെമി ഹൈസ്പീഡ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും ഇത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ വ്യത്യാസം RRTS, അതായത് കേരള സർക്കാർ വിഭാവനം ചെയ്ത RRTS തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളെയും ബന്ധിപ്പിച്ചാണ് പോകുന്നത് എന്ന് ആണ് പറയേണ്ടത്. പക്ഷേ സെമി ഹൈസ്പീഡ്, അതായത് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നോക്കൂ, മറ്റൊന്ന്, ഈ സ്റ്റേഷനുകൾ തമ്മിൽ, ഈ രണ്ട് ട്രെയിനുകൾ തമ്മിൽ എത്രത്തോളം ദൂര വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതിലും വലിയ തോതിലുള്ള വ്യത്യാസമുണ്ട്. RRTS എന്ന് പറയുമ്പോൾ 5 മുതൽ 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് സ്റ്റേഷനുകൾ വരുന്നത്. പക്ഷേ സെമി ഹൈസ്പീഡിന്റെ കാര്യം നോക്കൂ, 20 മുതൽ 25 കിലോമീറ്റർ അത്രത്തോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഓരോ സ്റ്റേഷനുകളും തമ്മിൽ. അതായത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, RRTS ആ പദ്ധതിയാണ് വരുന്നതെങ്കിൽ, ആ ട്രെയിനാണ് വരുന്നതെങ്കിൽ കൂടുതൽ സ്റ്റേഷനുകൾ ഉണ്ടാകും. പക്ഷേ സെമി ഹൈസ്പീഡ് സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരം കൂടുകയാണ്. 20 മുതൽ 25 കിലോമീറ്റർ ദൂരത്തിലാണ് സെമി ഹൈസ്പീഡിൽ ഈ സ്റ്റേഷനുകളുടെ എണ്ണം വരുന്നത്. ഇനി മറ്റൊന്ന്, ശരാശരി വേഗം എന്നുള്ളതാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഏത് പദ്ധതിയാണെങ്കിലും അതിൻ്റെ വേഗതയിൽ ഉള്ള വ്യത്യാസം അതെങ്ങനെയാണ് എന്നുള്ളതാണ്. RRTSൽ അതിൻ്റെ വേഗം എന്ന് പറയുന്നത്, ആ ട്രെയിന് മണിക്കൂറിൽ 80 മുതൽ 100 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുക എങ്കിൽ സെമി ഹൈസ്പീഡിൻ്റെ കാര്യം വരുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ട്. മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എത്താനെടുക്കുന്ന സമയം എത്രയാണ് എന്നുള്ളതാണ്. RRTSന് നോക്കൂ, 4 മണിക്കൂർ 18 മിനിറ്റ് അത്രയും സമയമെടുത്താണ് ഇത് പിന്നിടുന്നത്. പക്ഷേ സെമി ഹൈസ്പീഡിന് കൂടുതൽ സമയം ലാഭിക്കാം എന്നുള്ള ഒരു മുൻതൂക്കമുണ്ട്. 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ദൂരം പിന്നിടാൻ കഴിയും എന്നുള്ളതാണ്. RRTSന് വരുന്ന ചെലവ് അത് ഇതുവരെ കണക്കാക്കിയിട്ടില്ല. നമുക്കറിയാം, ഈ ബജറ്റിന് തൊട്ട് തലേ ദിവസമാണ് മന്ത്രിസഭ ഈ RRTSന് അനുമതി നൽകുന്നത്, അംഗീകാരം നൽകുന്നത്. ബജറ്റിൽ ഒരു പ്രാരംഭ ഘട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ ചെലവ് RRTSന് ഇതുവരെ കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സെമി ഹൈസ്പീഡ് ട്രെയിനിന് ഏതാണ്ട് 86,000 കോടി മുതൽ 1 ലക്ഷം കോടി രൂപ ചെലവ് വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കി വരുന്ന കാര്യം. അങ്ങനെയാണ് ഈ RRTSും അതുപോലെ തന്നെ സെമി ഹൈസ്പീഡിൻ്റെ ചെലവ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി RRTS അതിൻ്റെ പൂർത്തീകരണം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 4 ഘട്ടമായിട്ട് 12 വർഷം എടുത്താണ് ഈ ട്രെയിൻ പദ്ധതി പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയമെങ്കിൽ സെമി ഹൈസ്പീഡിൻ്റെ നോക്കൂ, 4 മുതൽ 5 വർഷം കൊണ്ട് അതിവേഗത്തിൽ തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്, RRTS ആണോ അതോ സെമി ഹൈസ്പീഡാണോ വരുന്നത് എന്നുള്ളതിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും യാത്രക്കാർക്ക് വളരെ വേഗത്തിൽ എളുപ്പത്തിൽ എത്താൻ കഴിയണം. പക്ഷേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് പൂർത്തീകരിക്കാനും സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.